ഇന്നത്തെ ചിന്താവിഷയം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം മുതലാണ്. വാക്യം ഇങ്ങനെയാണ്: സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടക് കയറി കടലിനക്കരെ കവർന്ന ഭൂമിയിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. കൊടുങ്കാറ്റ് അടിക്കിയാൽ കടൽ കോപിച്ചു. അവർ 4-5 നാഴിക ദൂരത്തേക്ക് വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒട്ടനവധി നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒരിക്കൽ യേശു കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് പോകുമ്പോൾ രാത്രിയിൽ ശിഷ്യന്മാർ കടൽപ്പുറത്തെത്തി. ആ കടൽപ്പുറത്തു നിന്നും പടക് കയറി കവർന്ന ഭൂമിയിലേക്ക് പോകുന്ന ഒരു യാത്രയുടെ ഒരു വിശദീകരണമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇരുട്ടായ ശേഷവും യേശു പടകിൽ വന്നില്ല. എന്നാൽ പല നാഴിക മുമ്പോട്ട് പടക് നീങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങ് അവൻ 4-5 നാഴിക കഴിഞ്ഞപ്പോൾ യേശു വെള്ളത്തിൻ്റെ മീതെ നടന്ന് ആ കോപിച്ചു കിടക്കുന്ന കടലിൻ്റെ മീതെ നടന്ന് പടകിനോട് അടുത്ത് സമീപത്തോട്ട് വരുന്ന കാഴ്ച കാണുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പടകിൽ അയച്ചതിന് ശേഷം യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിലേക്ക് പോയി. രാത്രി മുഴുവനും യേശു പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ കണ്ടെത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് ഭയവും ശങ്കയും നിറഞ്ഞ ഇരുളിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഈ വാക്യത്തിൽ കൂടെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇരുട്ട് വന്നു. അവർ പടക് 4-5 നാഴിക മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞു. കടല് കോപിച്ചു. കടല് തിരമാല എടുത്തിട്ടടിച്ചു. പടക് ഉലയാൻ തുടങ്ങി. ആ സമയത്ത് വലിയൊരു അപകടം അവരുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാൽ ആ സാഹചര്യത്തിൽ യേശു ഉറങ്ങാതെ മയങ്ങാതെ, അതായത് 121-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ രാത്രികളിൽ ഉറങ്ങാതെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ശിഷ്യന്മാർ പടകിൽ വളരെ ക്ലേശങ്ങൾ അനുഭവിക്കുമ്പോൾ മലയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന യേശു അത് തിരിച്ചറിഞ്ഞിട്ട് ആ പ്രതിസന്ധിയിൽ അകപ്പെട്ട പടകിൽ തൻ്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി യേശു ആ പടകിനോട് അടുത്തു ചെല്ലുകയാണ്. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ജീവിതമാകുന്ന പടകിൽ അക്കരെ എത്തുവാൻ കഴിയാതെ, ഒരു കരയിൽ നിന്ന് നീ പുറപ്പെട്ടെങ്കിൽ കരയിലേക്ക് കയറി ചെല്ലാൻ കഴിയാതെ, ഒന്നുകൂടെ പറഞ്ഞാൽ മറുകര കാണിക്കാതെ, അങ്ങേ അറ്റത്തൊരു വിടുതലുണ്ടെന്നും ആ വിടുതലിലേക്ക് നിന്നെ കടത്തിവിടാതെ, കര കയറ്റാതെ കര കാണിക്കാതെ നിന്നെ എതിർക്കുന്ന കാറ്റുകളും തിരമാലകളും പ്രതിസന്ധികളും ജീവിതമാകുന്ന നങ്കൂരത്തെ ആഞ്ഞടിക്കുമ്പോൾ കടലിനെയും വെള്ളത്തെയും തിരമാലയും അതുമാത്രമല്ല പ്രകൃതിയെയും സൃഷ്ടിച്ച ഒരു ദൈവം എനിക്കും നിനക്കും ഭൂലോകത്തിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വിശ്വാസത്തോടെ നീ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ രാത്രിയുടെ കാലങ്ങളിൽ ഒരത്ഭുതം നടക്കും. ഇവിടെ വായിക്കുന്നത് സന്ധ്യയായപ്പോഴാണ് ശിഷ്യന്മാർ ഈ കടൽപ്പുറത്തെത്തിയത്. സന്ധ്യയായപ്പോഴാണ് പടകെടുത്തുകൊണ്ട് കവർന്ന ഭൂമിയിലേക്ക് അക്കരയ്ക്ക് പോകുവാനായി ഇവർ തയ്യാറായി യാത്ര പുറപ്പെട്ടത്. സന്ധ്യയിൽ പതുകിയിരിക്കുന്നതിൽ അന്ധകാര ശക്തികൾ, സന്ധ്യയിൽ പതുകിയിരിക്കുന്ന ബന്ധനങ്ങൾ, ഇരുട്ടിൻ്റെ സംഹാരത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നിനക്ക് പേടിപ്പാനില്ല എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ വിശ്വാസത്തോട് പറയാം: നീ പ്രതിസന്ധികളെ പേടിക്കരുത്, ഇരുട്ടിനെ നീ പേടിക്കരുത്. രാത്രിയുടെ അന്ധതമസ്സുകളിൽ നടക്കുന്ന നിനക്കെതിരെ ഉണ്ടാകുന്ന പോരുകളെയും പോരാട്ടങ്ങളെയും കാറ്റിനെയും തിരമാലയും നീ പേടിക്കരുത്. കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നീ നോക്കിയാൽ മതി. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, രാത്രിയിൽ കരുതുന്ന ഒരു ദൈവമുണ്ട്.
കാറ്റിനെ ശാന്തമാക്കുന്നൊരു ദൈവമുണ്ട്. പ്രതിസന്ധികളെ ജയിക്കുന്നൊരു ദൈവമുണ്ട്. നീ തകരേണ്ട സ്ഥാനത്ത്, നിന്റെ മക്കൾ തകരേണ്ട സ്ഥാനത്ത് മുങ്ങിപ്പോകും, ഇനി അതിനകത്തുനിന്ന് രക്ഷയുണ്ടാകില്ലെന്ന് കൂടെ ജനിച്ചവരും കൂടെ പഠിച്ചവരും കൂടെ ജോലി ചെയ്യുന്നവരും അടുക്കൽ നിൽക്കുന്നവരും കൂടെ താമസിക്കുന്നവരും നിനക്കെതിരെ വിധി എഴുതിയെന്ന് വരാം. പക്ഷേ നാലാമനായി വെളിപ്പെടുന്ന ഒരു ദൈവം, നാലായി യാമത്തിൽ വെളിപ്പെടുന്ന ഒരു ദൈവം, കാറ്റിനോട് കൽപ്പിക്കുവാൻ, പ്രതിസന്ധിയോട് കൽപ്പിക്കുവാൻ, പ്രതികൂലത്തോട് കൽപ്പിക്കുവാൻ അധികാരമുള്ളൊരു ദൈവം നിന്റെ പടകിന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ നീ ഒരിക്കലും ഭാരപ്പെടരുത്. അർദ്ധരാത്രിയിലും ഒരു മറുപടി നിങ്ങൾക്കുണ്ടാകും. യേശു രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രാർത്ഥനയാനന്തരം യേശു തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് പടകിലേക്ക് ചെല്ലുകയാണ്. പല നാഴിക കഴിഞ്ഞ് അവർ യാത്ര പുറപ്പെട്ടെങ്കിലും തൻ്റെ മക്കൾ എവിടെയാണോ കഷ്ടപ്പെടുന്നത്, എവിടെയാണോ ക്ലേശം സഹിക്കുന്നത്, അവിടെ എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ എത്തുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ രാത്രിയിൽ ഭയങ്കരമായ അത്ഭുത പ്രവർത്തികൾ നടന്നത് വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും രാത്രിയുടെ കാലങ്ങളിൽ ദൈവത്തിന് പല പദ്ധതികൾ ചെയ്തതായിട്ട് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു, യാക്കോബ് എന്ന് പറയുന്നൊരു മനുഷ്യൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്ന യാത്രയിൽ അമ്മയുടെ ഒത്താശയോടുകൂടെ യാത്ര പുറപ്പെട്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇരുട്ടി വ്യാപരിച്ചപ്പോൾ ഒരു കല്ല് തലേണയായി എടുത്തു വെച്ച് കിടന്നുറങ്ങുമ്പോൾ ആ രാത്രിയിൽ യാക്കോബ് കണ്ടത് ദൈവത്തിന്റെ ദർശനങ്ങളാണ്. ഒരു ഗോവേണി ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് ചാരി വെച്ചിരിക്കുന്നു. ആ ചാരി വെച്ചിരിക്കുന്ന ഗോവേണിയിൽ ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. രാത്രിയിൽ കണ്ട ദർശനം. പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവി പറയാം, യാക്കോബിനെ രാത്രി കാണിച്ച ദർശനത്തിന്റെ മുമ്പിൽ യാക്കോബ് ശക്തനായി കൃപ അനുഭവിച്ചവനായി പിന്നീട് തൻ്റെ ജീവിതയാത്രയിൽ ദൈവിക വാഗ്ദത്തങ്ങളും ദർശനങ്ങളും സ്വീകരിച്ചു മുമ്പോട്ട് പോയെങ്കിൽ രാത്രിയിൽ ദർശനങ്ങളെ കാണുവാനും ആ ദർശനം നിന്റെ ജീവിതത്തിൽ നടക്കുവാനും ഇടയാകും. ഇവിടെ രാത്രിയിൽ യാക്കോബ് ദർശനം കാണുകയാണ്. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. യാക്കോബിന് കാര്യം മനസ്സിലായി. രാത്രിയിൽ കണ്ട ദർശനത്തിന്റെ പുറകിൽ ഇത് ദൈവസാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് തിരിച്ചറിഞ്ഞു. യാക്കോബ് കല്ല് തലേണയായി വെച്ചതിനെ എടുത്ത് എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എൻ്റെ സഹോദരന്റെ അടുക്കൽ ഞാൻ ക്ഷേമത്തോടെ മടങ്ങി വന്നാൽ ഈ കല്ല് ഒരാലയമായി മാറും. അപ്പൊ നോക്കിക്കേ, തീരുമാനങ്ങൾ എടുക്കുന്ന രാത്രി, ദൈവിക ദർശനങ്ങൾ കാണുന്ന രാത്രി. ഇനി ശൗമേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മറ്റൊരാളെ കാണുന്നു. പെട്ടകത്തിന്റെ അടുക്കലുള്ള വിളക്ക് അണയുന്നതിന് മുമ്പ് പെട്ടകത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ശാമുവേലെ എന്നുള്ള ദൈവശബ്ദത്തിന്റെ മുമ്പിൽ ശാമുവേൽ ദൈവശബ്ദമാണെന്ന് തിരിച്ചറിയാതെ ആ കുട്ടിപ്രായത്തിൽ ആ പുരോഹിതന്റെ അടുക്കൽ ചെന്ന് എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ പല ആവർത്തി സംഭവിച്ച കാരണം മനസ്സിലായി. പുരോഹിതൻ പറയുകയാണ്, ഇനിയും നിന്നെ ആരെങ്കിലും വിളിച്ചാൽ അടിയനോട് അരുളി ചെയ്യണമേ എന്ന് പറക എന്ന് പറഞ്ഞ് പുരോഹിതൻ അവനെ പറഞ്ഞയക്കുന്നു. എന്നാൽ പ്രിയരെ, അടുത്ത പ്രാവശ്യം വിളക്കണയുന്നതിന് മുമ്പ് ഈ ശാമുവേൽ പെട്ടകത്തോട് ചേർന്ന് കിടന്നപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട രാത്രി. ഇന്ന് രാവിലെ ആത്മാവി പറയാം, ദൈവത്തിന്റെ ദർശനങ്ങൾ കിട്ടുന്ന രാത്രി, ദൈവവുമായി ഉടമ്പടി ഉണ്ടാക്കുന്ന രാത്രി, ദൈവവുമായി സംസാരിക്കുന്ന രാത്രി. ഇവിടെ ശാമുവേൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന രാത്രി, അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന രാത്രി. പ്രിയപ്പെട്ടവരെ, രാത്രി എത്ര ഭയാനകമാണെങ്കിലും, രാത്രി എത്ര ആശങ്ക വരുത്തുന്ന, ശങ്ക വരുത്തുന്ന ഒരു അനുഭവമാണെങ്കിലും, യേശു നിന്റെ പടകിനോട് ചേർന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നീ വലിയ വിടുതലുകൾ അർദ്ധരാത്രി കണ്ടെത്തിയിരിക്കും. അർദ്ധരാത്രിയിലെ വിടുതൽ, അർദ്ധരാത്രിയിലെ മഹത്വം, അർദ്ധരാത്രിയിലെ ദൈവപ്രവൃത്തി പിന്നീട് പ്രഭാതം ഉദിക്കുമ്പോൾ നിന്റെ ജീവിതം മാറ്റിമറിക്കുകയാണ്. അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവി പറയാം, അടുത്ത രാത്രിക്ക് മുമ്പ് നിന്റെ വീടിനകത്ത് ഒരു അത്ഭുതം നടത്താൻ, നിന്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം നടത്താൻ യാക്കോബിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവ്, പെട്ടകത്തിന്റെ അടുക്കൽ ഇറങ്ങി വന്ന ശാമുവേലിന്റെ ദൈവത്തിന്റെ ശബ്ദം, ദൈവം നിനക്കും അത് അനുഗ്രഹമായി, ശബ്ദമായി, അതൊരു കാഴ്ചയായി, കേൾവിയായി നിന്നോട് കൂടെ ഇരുന്ന് അർദ്ധരാത്രിയിൽ പിശാചു ഉണ്ടാക്കി വെക്കുന്ന സകല തീയമ്പുകളെ കെടുത്തിക്കളയാനുള്ള അഭിഷേകത്തോടെ ദൈവപുത്രൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്.
അക്കരയ്ക്ക് കവർന്ന ഭൂമിയിലേക്ക് പോകുവാനായി ശിഷ്യന്മാര് പോകുമ്പോൾ ആ പടകിനെതിരെ വീശിയടിച്ച കൊടുങ്കാറ്റിനെയും തിരമാലയും ശാന്തമാക്കാൻ അർദ്ധരാത്രിയിൽ ദൈവം, അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് പടകിനോട് അടുത്ത് ചെന്നെങ്കിൽ അവർ പേടിച്ചു വിറച്ചു എങ്കിലും അവിടെ കാണുന്നു, അവൻ അവരോട് ഞാൻ ആകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് നോക്കിക്കേ, അവർ പോകുന്ന ദേശത്ത് എത്തി. ശ്രദ്ധിക്കൂ, യേശു നിന്റെ പടകിൽ ഉണ്ടെങ്കിൽ, യേശു നിന്റെ പടകിൽ കയറിയാൽ, യേശു നിന്റെ പടകിൽ കയറാൻ നീ ഇച്ഛിച്ചാൽ, നീ എത്തേണ്ട സ്ഥാനത്ത് നീ എത്തും. കാറ്റും പ്രതികൂലവും രാത്രിയും ഇരുണ്ട അവസ്ഥയും നിന്റെ ജീവിതത്തിൽ എത്ര നേരിട്ടാലും ഒരിക്കലും നീ ഭാരപ്പെടരുത്. നീ മറുകര കയറുക തന്നെ ചെയ്യും. അങ്ങനാണെങ്കിൽ രാത്രിയിലും ദൈവം നിനക്ക് വേണ്ടി കരുതും. രാത്രിയിലും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ മറുകര കയറും, കരയ്ക്ക് നീ അടുക്കും, നീ കരയ്ക്ക് കയറും, നീ കര കയറും, നന്മ ഉണ്ടാകും, സ്വസ്ഥത ലഭിക്കും. ജീവനെ അപായപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞതിനായി സ്തോത്രം. ശിഷ്യന്മാര് ഭയങ്കരമായൊരു പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ യേശു പല നാഴിക ദൂരെ യാത്ര ചെയ്ത ശിഷ്യന്മാരുടെ പടകിനോട് ചേർന്ന് വന്നത്, കർത്താവെ പേടിക്കേണ്ട, ഞാനാകുന്നു എന്ന് പറഞ്ഞ് തൻ്റെ മക്കളെ ആശ്വസിപ്പിച്ച് രാത്രിയിൽ അവർ പടക് മുങ്ങാതെ, വെള്ളത്തിൽ വീണ് അവർ മരിച്ചു പോകാതെ, അവരെത്തേണ്ട കവർന്ന ഭൂമിയിൽ ആ കരയ്ക്ക് അവരെ കൊണ്ടെത്തിച്ചു എന്ന് ഈ പുസ്തകത്തിൽ ഞങ്ങൾ വായിച്ചെങ്കിൽ, ഇന്ന് രാവിലെ കരയ്ക്കെത്തിക്കില്ല, പകുതി വഴിക്ക് വെച്ച് തന്നെ ചുഴറ്റിക്കളയും, വെള്ളം കുടിപ്പിക്കും, കൊന്നുകളയും, പടക് മുക്കും എന്ന് പറഞ്ഞ് രാത്രിയിൽ പിശാചിന്റെ പദ്ധതികൾ ഞങ്ങൾക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, കാറ്റുപോലെ, തിരമാല പോലെ, പ്രതിസന്ധിയായി, കൂരിരുട്ടുപോലെ ഞങ്ങളുടെ മുമ്പിൽ ആഞ്ഞടിക്കുമ്പോൾ, ഞങ്ങളുടെ പടകിനോട് ചേർന്ന് നിന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കാനും ഞങ്ങളെ ബലപ്പെടുത്താനും ഞങ്ങളെ ശക്തീകരിക്കാനും അങ്ങുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൂതനായി സ്തോത്രം. കർത്താവെ, യാക്കോബിന് ദൈവം രാത്രിയിൽ വെളിപ്പെട്ടതുപോലെ, ശാമുവേലിനോട് രാത്രിയിൽ ദൈവം സംസാരിച്ചതുപോലെ ഞങ്ങൾക്ക് അങ്ങ് വെളിപ്പെടണമേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണേ. ഇന്ന് രാവിലെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രാത്രിയിലെ കരുതലുകൾ ഇവരുടെ മേൽ ഉണ്ടാകട്ടെ. രാത്രിയിലെ വിടുതലുകൾ ഇവരുടെ മേൽ ഉണ്ടാകട്ടെ. യേശു അവരുടെ കൂടെ നിൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. പേടിക്കേണ്ട, ആശങ്ക വേണ്ട, ഭാരപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കൂ. ഭയം നീക്കുക. കാറ്റിനെ ശാന്തമാക്കാൻ, പടകിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ഏത് അർദ്ധരാത്രിയിലും നമ്മുടെ പടകിന്റെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.